ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായല്ലോ നമ്മൾ ഇങ്ങനെ നേരിട്ട് സംസാരിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചൊരു നമ്മുടെ ലൈഫ് അപ്ഡേറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഇമ്മക്കുട്ടിയുടെ ഒരു ഫസ്റ്റ് പ്രഗ്നൻസി ആൻഡ് ഡെലിവറി സ്റ്റോറിയും കൂടി പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ എനിക്ക് 9 മന്താണ്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇനി ഡെലിവറി ആ ഒരു ജേണി കൂടെ വീണ്ടും പോകണം. അവിടെ ആ ലേബർ റൂം എക്സ്പീരിയൻസ് അതിൽ കൂടെ വീണ്ടും പോകണം. അപ്പം ഞാൻ വിചാരിച്ചു ഇമ്മക്കുട്ടിയുടെ ആ സമയത്തുണ്ടായ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാം, അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാട്ടോ അന്നത്തെ വീഡിയോ. അപ്പോൾ ലൈഫ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് 9 മന്താണ്. 9 മന്ത് റണ്ണ് ചെയ്യണം. നമുക്ക് സെപ്റ്റംബർ 8-നാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അറിയില്ല, ചിലപ്പോൾ ഓഗസ്റ്റ് അവസാനമൊക്കെ ആയിട്ട് ചിലപ്പോൾ ബേബി വരാം, അല്ലെങ്കിൽ സെപ്റ്റംബറിൽ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കാര്യങ്ങൾ പോകണു. പിന്നെ പറയാനുള്ളത് ലൈഫ് അപ്ഡേറ്റ് ഇമ്മക്കുട്ടിയുടെ കാര്യം. ഇമ്മക്കുട്ടി സ്കൂളിൽ പോകണു. ഇപ്പോൾ LKG-യിലാണ്. അവൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് പോകണില്ല കേട്ടോ. കാരണം നമ്മുടെ ഇവിടെ വീടിൻ്റെ ഇവിടെ റോഡ് പണി നടക്കണ കാരണം ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് അവളെ വിട്ടിട്ടില്ല. കാരണം നമ്മൾ കൊണ്ടുവന്നാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവളെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വിട്ടിട്ടില്ല, സ്കൂളിൽ വിട്ടിട്ടില്ല. സ്കൂളിൽ ടീച്ചറുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഒരു 1 മന്തിൽ അവൾക്ക് ലീവ് വേണമെന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കണം കേട്ടോ. പിന്നെ വലിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് നാട്ടിലില്ല. ഹസ്ബൻഡ് സാംബിയ എന്ന് പറഞ്ഞ കൺട്രിയിൽ പോയിരിക്കുകയാണ്. ജോലി പെട്ടെന്ന് റെഡിയായിട്ട് ജോലി ശരിയായിട്ട് പോയതാണ് കേട്ടോ. പിന്നെ 2 ഇയർ കഴിഞ്ഞിട്ടാണ് ആൾ വരുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 മന്ത്സ് കഴിഞ്ഞു പോയിട്ട്. എനിക്ക് 3 മന്ത്സ് ആ സമയത്തൊക്കെ പോയതാണ്. 3 മന്ത്സ് കഴിഞ്ഞപ്പോൾ ആൾ പെട്ടെന്ന് ജോലി ശരിയായി. അവിടെ ജോലി ശരിയായിപ്പോൾ ആൾ ഓക്കെ പറഞ്ഞ് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ അതാണൊരു വലിയൊരു അപ്ഡേറ്റ്. അപ്പോൾ കൂടെ ഹസ്ബൻഡ് ഇല്ല. അപ്പോൾ ഞാനും മോളും എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഇരിക്കണത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ വലിയൊരു കറൻറ്റ് സിറ്റുവേഷൻ. അങ്ങനെ നമ്മുടെ ലൈഫ് ഇങ്ങനെ പോകണം കേട്ടോ. വലിയ പ്രോബ്ലംസ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ എനിക്ക് വലിയ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെയൊന്നുമില്ല. ഇത് നല്ല സ്മൂത്ത് പ്രഗ്നൻസി. കാരണം ഛർദി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ പ്രഗ്നൻസിനെ കുറിച്ച് ഞാൻ പിന്നെ പറയാം കേട്ടോ. അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പം പറയുന്നത് ഇപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മക്കുട്ടിയുടെ ടോപ്പിക്കാണ്. ഇമ്മക്കുട്ടിയുടെ പ്രഗ്നൻസി ആൻഡ് ഡെലിവറി സ്റ്റോറി. ഇമ്മക്കുട്ടീനെ ഞാൻ ക്യാരി ചെയ്യാനിരിക്കുമ്പോൾ ഉള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇമ്മക്കുട്ടീനെ ഞാൻ ക്യാരി ചെയ്യണത് നമ്മുടെ കല്യാണം കഴിഞ്ഞത് 2019 സെപ്റ്റംബർ അല്ല ഫെബ്രുവരി 10-ാം തീയതി ആയിരുന്നു കല്യാണം കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഒരു 4 മന്ത്സ് ജൂൺ 25-നായിരുന്നു എൻ്റെ ലാസ്റ്റ് LMP വന്നിട്ട്. അങ്ങനെ നമ്മൾ ഒരാഴ്ച എനിക്ക് പീരീഡ് മിസ്സായി. അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ചെക്ക് ചെയ്തു. യൂറിൻ ചെക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ അറിയണത്. കാരണം ഞാൻ സ്ട്രിപ്പൊന്നും മേടിച്ച് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. സ്ട്രൈറ്റ് ചെറിയൊരു തലകറക്കം അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഓക്കെ പോയി നോക്കാം. കാരണം പീരീഡ്സ് മിസ്സായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പോയി നോക്കാമെന്ന് വെച്ചിട്ട് പോയി നോക്കിയതാണ്. അങ്ങനെ പോയി നോക്കിയപ്പോൾ പോസിറ്റീവ്. ഹാപ്പി. ഞാൻ ഹാപ്പി, ഹസ്ബൻഡ് വീട്ടിലെല്ലാവരും സൂപ്പർ ഹാപ്പി. അങ്ങനെ നമ്മൾ സ്വീറ്റ്സൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ പോയി എല്ലാവരുടെ അടുത്തും പറഞ്ഞു കേട്ടോ കൺസീവാണ്, അമ്മയുടെ അടുത്ത് അച്ഛമ്മയാവാൻ പോവാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൺസീവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ ത്രൂ അവർ പ്രഗ്നൻസി പോണു. അപ്പോൾ നമ്മൾ ജൂബിലി മിഷനിലാണ് നമുക്ക് അവിടെ നിന്ന് വരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഹോസ്പിറ്റലാണ് നമ്മൾ എടുത്തത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ എനിക്ക് ചെറുതായിട്ട് ഒരു പീരീഡ്സ് ആവണ പോലെ ഒരു വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അതിന് ഒരു നമ്മുടെ അബോർഷൻ ആവാണ്ടിരിക്കാനുള്ള ഒരു ടാബ്ലറ്റും അതുപോലെ ഫോളിക് ആസിഡും തന്ന് വിട്ടു കേട്ടോ. അതിന് ഓക്കെ ആയി. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഒരു സ്കാനിങ് 1.5 മന്ത്സിൽ ഒരു സ്കാനിങ് ഉണ്ട്. കുറേ സംസാരിക്കുമ്പോഴേ കിതപ്പ് വരും, അതാണ് ഇങ്ങനെ കിതയ്ക്കണത് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഇനി പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരുമോ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു സ്കാനിങ് ചെയ്ത് നോക്കാം. കാരണം അത് ട്യൂബൽ പ്രഗ്നൻസി ആണോ കറക്റ്റ് നമ്മുടെ യൂട്രസിലാണോ പ്രഗ്നൻസി എന്ന് അറിയാനുള്ള ഒരു ഫസ്റ്റ് സ്കാനിങ് ആയിരുന്നു. അങ്ങനെ നമ്മൾ പോയി 1.5 മാസം കഴിഞ്ഞ് വീണ്ടും വന്നു. അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഓക്കെയാണ്, നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ 3 മന്ത്സ് ഫസ്റ്റ് ട്രൈമസ്റ്റർ അങ്ങനെ കഴിഞ്ഞു. സെക്കൻഡ് ട്രൈമസ്റ്റർ കഴിഞ്ഞു. അപ്പോഴൊക്കെ എനിക്ക് നല്ല ഛർദിയാണ് കേട്ടോ. 6 മന്ത് ഗംഭീര ഛർദിയായിരുന്നു. ഛർദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചവെള്ളം കുടിച്ചാൽ പോലും ഛർദിക്കും, അത്രയ്ക്ക് ഛർദിയായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഡ്രിപ്പ് ഇടാൻ പോകും. അങ്ങനെ ഡ്രിപ്പ് ഇട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും. അങ്ങനെയാണ്, ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്റർ കഴിഞ്ഞു, തേർഡ് ട്രൈമസ്റ്റർ ആയി. അങ്ങനെ 9 മന്തൊക്കെ ആയപ്പോൾ നമ്മുടെ അവിടെ നിന്ന് 7-ാം മാസമായപ്പോൾ പ്രസവത്തിന് കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണല്ലോ. അതിന് 9-ാം മാസം വയറ് കാണാൻ വരുന്ന ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അതിന് വന്നു അവർ.
ആ വയറൊക്കെ കണ്ട് നമ്മൾക്ക് കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരില്ല, പലഹാരങ്ങളൊക്കെ കൊണ്ടുവരില്ല. അപ്പം അങ്ങനെ അതൊക്കെ മേടിച്ച് അങ്ങനെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് മാർച്ച് 31 നമ്മുടെ ഇമ്മക്കുട്ടിയുടെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ മാർച്ച് 17 തന്നെ പ്രസവിച്ചു. അധികം വെയിറ്റ് ചെയ്യിപ്പിച്ചില്ല, വേഗം തന്നെ ആൾ പോന്നു. അങ്ങനെ മാർച്ച് 17 പുലർച്ചെ നമുക്ക് പെയിനായിട്ടാണ്. അങ്ങനെയാണ് എൻ്റെ ജേണി, പ്രഗ്നൻസി ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഛർദി മാത്രം അങ്ങനെ വലിയ പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, അല്ലേ വേറൊരു കോംപ്ലിക്കേഷനോ വേറൊരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ മാർച്ച് 31 നമുക്ക് ഡേറ്റ് പറഞ്ഞു. അങ്ങനെ മാർച്ച് 17 ഞാൻ ഇവിടുന്ന് പുലർച്ചെ ഒരു 5-5:30 ആയപ്പോൾ പോവാണ് നമ്മൾ ഹോസ്പിറ്റലിൽ. എനിക്ക് ചെറുതായിട്ടൊരു അങ്ങനെ മാർച്ച് 17 നമ്മൾ രാവിലെ ഒരു 5:30 ആയപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. കാഷ്വാലിറ്റിക്കാണ് നമ്മൾ നേരെ കയറി പോയത്. കാരണം ചെറുതായിട്ട് എനിക്ക് ലീക്കേജ്, ഒരു 1 ഡ്രോപ്പ് ഒരു ലീക്കേജ് ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കണം, കാരണം പിന്നെ അവരെന്നെ ലാബ് റൂമിൽ നിന്ന് ഇറക്കിയില്ല. ഞാൻ പുലർച്ചെ പോയിട്ട് പിന്നെ ഉണ്ണിനെ കൊണ്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അവരെന്നെ പുറത്തേക്ക് ഇറക്കിച്ചില്ല. അങ്ങനെ ഞാൻ ലാബ് റൂമിൽ പോയി. അവർ നേരെ കാഷ്വാലിറ്റിന് നേരെ നമ്മൾ ലാബ് റൂമിലേക്ക് മാറ്റി. ലാബ് റൂമിൽ പോയി അവർ നമ്മുടെ മുടിയൊക്കെ പിന്നി 2 സൈഡിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കില്ലേ അതുപോലെയൊക്കെ കെട്ടിത്തന്നു. പിന്നെ അവരോട് ഉടുപ്പിടിച്ച് ഒരു പിന്നിക്കെട്ട് പോലത്തെ ഉടുപ്പ് അതൊക്കെ ഇടിച്ചു തന്നു. അത് കഴിഞ്ഞ് നമ്മളവിടെ കിടക്കാണ്ട് ഞാൻ ചെറുതായിട്ട് വരുന്നുണ്ട്. അടുത്ത വീട്ടിലെ പട്ടിയാണ് കേട്ടോ കുറയ്ക്കണത്. അത് എപ്പോഴും കുറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും അല്ല, സോറി, അങ്ങനെ നമുക്ക് അങ്ങനെ അങ്ങനെ വേദന വരുന്നുണ്ടായിരുന്നു. വേദന ചെറുതായിട്ടുണ്ടായിരുന്നു. നമ്മൾ പീരീഡ്സ് ആണ് പോലത്തുള്ള ചെറിയൊരു പെയിൻ, അത്രേ ഉള്ളൂ, നമുക്ക് സഹിക്കാവുന്ന പെയിനേ ഉള്ളൂ. അത് ഞാൻ അങ്ങനെ സഹിച്ച് ഞാൻ കിടന്നു. അത് കഴിഞ്ഞ് അവർ നമ്മുടെ ഇൻസേർട്ട് ചെയ്യും ഉള്ളിലേക്ക് ഒരു ട്യൂബ്, അതായത് യൂട്രസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സംഭവമാണെന്നാണ് പറഞ്ഞത്. അതവർ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ കാലിൻ്റെ അവിടെ അതിൻ്റെ ബാക്കി വരണ ആ ഒരു ട്യൂബ് ഇങ്ങനെ ഒട്ടിച്ച് വെക്കും കേട്ടോ. തന്നെ നമ്മുടെ യൂട്രസ് എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ ഈ ബോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ഓക്കെ ആക്കുന്നു. അത് ഇൻസേർട്ട് ചെയ്തു. അങ്ങനെ വേദനയൊക്കെ ഉണ്ട്, ഇൻസേർട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു വേദനയൊക്കെ ഉണ്ട്. അതൊക്കെ സഹിച്ച് അങ്ങനെ കിടന്നു. അങ്ങനെ അതൊക്കെ ഇൻസേർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കിടക്കുകയാണ് വേദന. അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികളാണ്, നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഈ കുട്ടികൾ വന്നിട്ട് എൻ്റെ പുറമൊഴിഞ്ഞവരുണ്ട്, കാലൊഴിഞ്ഞവരുണ്ട്, നല്ല കുട്ടികളായിരുന്നു കേട്ടോ. അവർ വന്ന് കുഴിഞ്ഞൊക്കെ തരുന്നുണ്ട്. നമുക്ക് വേദനയുണ്ട് ചേച്ചിക്ക് പറ്റും, ചേച്ചിക്ക് അപ്പോൾ തൊട്ടപ്പുറത്ത് ബെഡിൽ ഒരു പെൺകുട്ടി പ്രസവിക്കാൻ കിടക്കേണ്ടത്. സെക്കൻഡ് ഡെലിവറിയാണ്, പക്ഷെ വേഗം ഡെലിവറി കഴിഞ്ഞു. കാരണം സെക്കൻഡ് ആയതുകൊണ്ട് ഈ കുട്ടികൾ എന്നോട് പറയാം, ചേച്ചിനെ കൊണ്ട് പറ്റും, ചേച്ചിനെ കൊണ്ട് പറ്റും, ചേച്ചി ഇപ്പം ഞങ്ങൾ അവർ 3:30 ആകുമ്പോഴേക്കും വീട്ടിലേക്ക് പോകുമല്ലോ, കാരണം ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ കൊറോണയുടെ ഇഷ്യൂ ഒക്കെ ഇങ്ങനെ തുടങ്ങുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ക്ലാസ് ഇല്ല, അതാണ് കൊറോണയാണ് എന്നൊക്കെ ഇവർ പറയണമുണ്ട്. അപ്പോൾ ഞാൻ അത് കേട്ട് കേൾക്കുന്നുണ്ട്, ഇവരുടെ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇവർ ചേച്ചിക്ക് പറ്റും, ചേച്ചി ഞങ്ങൾ പോണേനുള്ളിൽ ചേച്ചി പ്രസവിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഞങ്ങൾ വർത്താനം പറഞ്ഞിരിക്കാം. അത് കഴിഞ്ഞാൽ വേദന വരും പോവും. അങ്ങനെ വലിയ എനിക്ക് അങ്ങനെ കഠിനമായ വേദന അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പോയി. അപ്പം അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നപ്പോൾ ഡോക്ടർ വന്നിട്ട് നമ്മുടെ വെള്ളം പൊട്ടിച്ചു. വെള്ളം കളഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാട്ടർ ബ്രേക്ക് ചെയ്തു. അങ്ങനെ അതും പോയി കഴിഞ്ഞ് ഞാൻ കുറേ നേരം കിടന്നു. അപ്പോഴും വേദനയൊന്നുമില്ല. ചെറുതായിട്ടൊരു പെയിനൊക്കെ ഉണ്ട്, നമുക്ക് സഹിക്കാൻ പറ്റുന്ന പെയിൻ. സഹിക്കാൻ പറ്റാത്ത പെയിനല്ല, ഞാൻ സഹിച്ചിങ്ങനെ കിടക്കണം. എനിക്കറിയാലോ ഇത് ഈ പെയിനിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി. പിന്നെ അവർ വന്ന് നമ്മളെ നോക്കുന്നുണ്ട്, എത്ര ഡ്യൂറേഷൻ ഇടവിട്ടിട്ടാണ് നമുക്ക് പെയിൻ വരുന്നത്, കാരണം കോൺട്രാക്ഷൻസ് എപ്പോഴാണ് വരണേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, എത്ര ഡ്യൂറേഷൻ കുറയുന്നുണ്ടോ, ഡെലിവറി പെയിൻ ആണോ എന്നൊക്കെ അറിയാൻ അവർ ഫുള്ള് നമ്മുടെ വയറിൽ വെച്ചിട്ട് ഫുൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ക്രീനിൽ ഉണ്ണിയുടെ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ അതും അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ് കിടന്നു. ഉച്ചയ്ക്ക് ഞാൻ നല്ല ഉറങ്ങി. നമുക്ക് ഫുഡൊന്നും തരണമൊന്നുമില്ല, വെറുതെ അവർ ചായ, കട്ടൻ കാപ്പി, കട്ടൻ ചായ, ബന്ന് അങ്ങനെയൊക്കെ തരുന്നത്, വേറെ ഒന്നും കഴിക്കാൻ പറയണില്ല. അതേന് ഉച്ചയ്ക്ക് ഞാൻ നല്ല ഉറക്കൊക്കെ ഉറങ്ങിട്ടോ. ഉറങ്ങി കഴിഞ്ഞ് ഞാൻ എണീറ്റു. എനിക്ക് വൈകുന്നേരമായി. അപ്പോൾ എനിക്ക് ചായ വേണോ, ചായ കാപ്പി കൊണ്ടു തന്നു. ഞാൻ കാപ്പിയൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരമായി ഇപ്പോൾ എനിക്ക് അവർ പിന്നെ പറഞ്ഞു തുടങ്ങി ഡ്രിപ്പ് ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രിപ്പ് ഇട്ട് കഴിഞ്ഞ് അപ്പോൾ ഡോക്ടർമാർ വന്നിട്ട്
PV ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് PV ചെയ്യുമ്പോൾ ശ്വാസം ഇങ്ങനെ ഉള്ളിലേക്ക് പിടിച്ച് കിടന്നോളൂ, ശ്വാസം നല്ല ബ്രീത്ത് എടുത്ത് കിടന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ വേദന വരുന്നതുകൊണ്ട് ഞാൻ പറയും എനിക്ക് ഇപ്പം നല്ല വേദന ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറയും. PVയുടെ ആ വേദനയും കൂടി സഹിക്കണ്ടല്ലോ വെച്ചിട്ട്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്നോട് പറയും മാറിയെന്ന് ചോദിച്ചിട്ടാണ് അവർ ചെയ്യണത്. അങ്ങനെയൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് ഭക്ഷണമൊന്നും തരാണ്ടായി, കാരണം പെട്ടെന്ന് ചിലപ്പോൾ സിസേറിയൻ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭക്ഷണമൊന്നും, വെള്ളം പോലും എനിക്ക് തരണില്ല. ഞാൻ ഇത്തിരി വെള്ളം തരുമെന്ന് ചോദിച്ചപ്പോൾ ഒരു ഗ്ലാസ്സിൽ പകുതി കുറച്ച് വെള്ളം കൊണ്ട് തന്നു, ചുണ്ടൊന്ന് നനച്ചോളോ എന്ന് പറഞ്ഞ രീതിയിൽ. അപ്പം ഞാൻ അതും പിടിച്ച് ഞാനിങ്ങനെ കിടന്നു. അത് കഴിഞ്ഞ് അമ്മ അടുത്ത് പറഞ്ഞു ചായ കാപ്പിയോ ഒന്നും കൊണ്ട് കൊടുക്കാൻ പാടില്ല പറഞ്ഞു. അങ്ങനെ ഞാൻ ലാബ് റൂമിൽ കിടക്കുക. അത് കഴിഞ്ഞ് എനിക്ക് ഡ്രിപ്പ് ഇട്ടു, പെയിൻ വരാനുള്ള ഡ്രിപ്പ് ഇട്ടു. ഡ്രിപ്പ് ഒരു നമ്മുടെ ആ കുപ്പിയിൽ പകുതി കയറിയപ്പോഴേക്കും എനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിനേക്കാളും അപ്പുറത്തേക്കുള്ള വേദന വന്നു തുടങ്ങി. സഹിക്കാൻ പറ്റില്ല. ഞാൻ ഡോക്ടറെ വിളിക്കും. അപ്പോൾ ഡോക്ടർ വരണുള്ളൂ മോളെ, ഡോക്ടർ വരട്ടെ എന്ന് പറയേണ്ട എൻ്റെ അടുത്ത്. ഡോക്ടർ ആണത് വേഗം വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഇവരെല്ലാവരും വന്ന് എന്നെ നോക്കുന്നുണ്ട്, കാരണം എല്ലാ ഡോക്ടേഴ്സും വന്ന് നോക്കുന്നുണ്ട്, കാരണം ഡൈലേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് എത്ര സെൻറ്റിമീറ്റർ ഡൈലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ അത്രയ്ക്ക് പറയണുള്ളൂ. ഇത്ര വേദന സഹിച്ചിട്ട് ഇത് 9 സെൻറ്റിമീറ്ററൊക്കെയോളം ഡൈലേറ്റഡ് ആയാലല്ല ബേബി പുറത്തേക്ക് വരുള്ളൂ. അപ്പം ഞാൻ ചോദിക്കുന്നു, ഇവരടുത്ത് ചോദിക്കുന്നുണ്ട് എത്ര സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ. അപ്പോൾ അത്രയായിട്ടുള്ളൂ, ഇത്ര വേദന എടുത്തിട്ട് അത്രയായിട്ടുള്ളൂ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറയാം. അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് ആ വേദന സഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഡ്രിപ്പ് കയറ്റിയിട്ട് ഒരു 10 മണിക്ക് ഡ്രിപ്പ് കയറ്റി ഇങ്ങനെ 11 പ്രസവിച്ചു. പക്ഷെ ആ 1 മണിക്കൂറുണ്ടല്ലോ നമുക്ക് ആ വേദന സഹിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. അത് നല്ല വേദന തന്നെ. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. എല്ലാവർക്കും ഓരോ നമുക്ക് എത്ര പെയിൻ സഹിക്കാം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. ഞാനാണെങ്കിൽ ഒട്ടും ടോളറേറ്റ് ചെയ്യാത്ത ആളാണ്. പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുന്ന നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതായത് അത്രയ്ക്ക് എനിക്ക് പേടിയാണ് വേദന എന്ന് പറഞ്ഞാൽ അപായത്തേക്ക് നോക്കാത്ത ഒരാളാണ്. ഒട്ടും സഹിക്കാൻ പറ്റില്ല വേദന ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. വേദന എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം. ഇപ്പോൾ വേദന എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അതല്ല. ചിലവർക്ക് അത് സഹിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി കൂടുതലായിരിക്കും. ചിലർ നന്നായിട്ട് വേദന സഹിക്കുന്നവരുണ്ടായിരിക്കും, ചിലർ നമുക്ക് പെട്ടെന്ന് ആ വേദന അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കും. ഞാൻ ആ ഒരു ഇതിൽ വരുന്ന ആളാണ്. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഭയങ്കര പെയിനൊക്കെ സഹിക്കാനേ പറ്റില്ല. ഞാൻ ഇതൊക്കെ സഹിച്ച് ഞാൻ കെടുക്കണം അവിടെ. ഞാൻ ഡോക്ടറെ വിളിക്കുന്നത് ഞാൻ ഓടിയിട്ട് പറയുന്നുണ്ട്. ഇവരെല്ലാവരും ഞാൻ വിളിക്കുന്നുണ്ട് സിസ്റ്ററെ വെച്ചിട്ട് ലാബർ റൂം കിടന്നിട്ട് ഞാൻ മാത്രമേ പ്രസവിക്കുക, ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരു പെൺകുട്ടി അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അത് വെറുതെ BP നോക്കാനൊക്കെ വന്നതാണ്, ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ കുട്ടി അപ്പുറത്ത് കിടക്കുന്നുണ്ട്, ഞാനിവിടെ കിടന്ന് ഓടിയിട്ടോണ്ടിരിക്കില്ലേ. അപ്പം അപ്പോഴേക്കും ഡോക്ടർ വന്നു കേട്ടോ. ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് വേഗം PV നോക്കി. അപ്പോൾ ഡോക്ടർ അപ്പോഴേക്കും ഇവരൊക്കെ പറഞ്ഞതാണ് കേട്ടോ, ചിലപ്പോൾ സിസേറിയൻ വേണ്ടി വരും, കാരണം ഒട്ടും ഡൈലേറ്റഡ് ആവണില്ല. ഇത്ര വേദന വന്നിട്ട് എനിക്ക് 5 സെൻറ്റിമീറ്ററോളം കൂടുതൽ ഡൈലേറ്റഡ് ആവണില്ലല്ലോ. പിന്നെയാണ് മരുന്നൊക്കെ കയറ്റിയിട്ട്. അപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ PV നോക്കിയപ്പോൾ ഓൾറെഡി 9 സെൻറ്റിമീറ്റർ ഡൈലേറ്റഡ് ആയി. അപ്പോൾ പറഞ്ഞു, എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ഒരു മോളെ ഇനി കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അപ്പോഴേക്കും എനിക്ക് പുഷ് ചെയ്യാൻ തോന്നി തുടങ്ങി. അപ്പം സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ എനിക്കിങ്ങനെ പുഷ് ചെയ്യാൻ തോന്നുന്നുണ്ട് സിസ്റ്ററെ എന്ന് പറഞ്ഞു. അതെ. അപ്പോൾ എന്നോട് പറഞ്ഞു അതേലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു നമുക്ക് നോക്കാം, മോള് നന്നായിട്ട് പുഷ് ചെയ്യണം, അതല്ലെങ്കിൽ നമുക്ക് വോക്കാൻ വെച്ചിട്ട് ഉണ്ണിനെ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ വീൽ ചെയറിൽ ഇരുത്തി, എന്നെ വീൽ ചെയർ എപ്പോഴേക്കും കൊണ്ടുവന്നു. ഞാൻ അതിൽ കയറിയിരുന്നു. അങ്ങനെ അത് ഉന്തി കൊണ്ടുപോയി നമ്മൾ ഡെലിവറി നടക്കുന്ന ടേബിളിൽ നമ്മളെ കൊണ്ടുകിടത്തല്ലോ. ഈ വേദന വന്ന് അവസാന നിമിഷത്തിലാണ് അവിടെ കൊണ്ട് കിടത്തുക. അപ്പോൾ നമ്മൾ അവിടെ പോയി കിടക്കണം. അവിടെ പോയി കിടന്നു. നമ്മൾ കാലൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് കിടക്കുകയാണ് നമ്മൾ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ ഒരു നേഴ്സ് ഒരു ടേബിളിൻ്റെ മുകളിൽ കയറി നിന്നിട്ട്, ചെയറിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നമ്മുടെ വയറിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ സ്ക്യൂസ് ചെയ്യും, നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് കൊച്ചിനെ നന്നായിട്ട് പിഴിയുണ്ടായിരുന്നു. അപ്പം ഞാൻ നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. പുഷ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ശക്തിയില്ല പുഷ് ചെയ്യാനായിട്ട്. നമുക്കാണ് ഇത്ര വേദന സഹിച്ച് കിടന്നിട്ട് ഉള്ള ശക്തി മുഴുവൻ എടുത്തിട്ടാണ് പുഷ് ചെയ്യുന്നത്. അപ്പം എല്ലാ ശക്തി എടുത്ത് പുഷ് ചെയ്തു. അപ്പോൾ ഡോക്ടർ മോളെ ഇതുപോലെ 2 വട്ടം അങ്ങനെ പുഷ് ചെയ്താൽ ബേബീനെ ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതേലെ അപ്പോൾ ശരിയെന്ന് പറഞ്ഞു വീണ്ടും ഞാൻ പുഷ് ചെയ്തു. പിന്നെ കാലും ഒരു മസിൽ അങ്ങ് കയറി. കാല് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ പൊക്കി വെച്ചേക്കില്ല. അപ്പോൾ കാലും മസിൽ കയറിയ ശേഷം ഞാൻ കാലൊന്നും അങ്ങോട്ട് കുടഞ്ഞ് ഡോക്ടറുടെ മേത്താണ്, നേഴ്സിൻ്റെ മേത്താണ്, ആരുടെ മേത്ത് കൊണ്ടു. അപ്പോൾ പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, അയ്യോ മോളെ
ഇങ്ങനെ ചെയ്യല്ല, കാലം അവിടെ തന്നെ വെക്കി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വീണ്ടും കിടന്നിട്ട് പുഷ് ചെയ്ത് ബേബിനെ പുറത്തേക്ക് ഞാനാക്കി. അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല, ഞാൻ തന്നെ പുറത്തേക്ക് ആക്കി. അത് കഴിഞ്ഞു ബേബീനെ അവരെടുത്തു, ബേബി ട്രേ കൊണ്ടുവന്നു, ബേബീനെ എടുത്തു. ബേബി നമ്മുടെ ഈ കുട്ടി കരഞ്ഞില്ല, അവൾ കരഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ണീൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഫസ്റ്റ് എടുക്കണം അതൊന്നും എനിക്ക് ഒരു ബോധം ബുദ്ധിയൊന്നും ഇല്ല, കാരണം നമ്മൾ അങ്ങനെയാണ് എടുക്കണത്. കൊച്ചിങ്ങനെ എടുത്ത് കാണിക്കാൻ നോക്കണതൊന്നും എനിക്കൊരു ഇതുമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞില്ല കൊച്ചെ ഏതാ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും പറഞ്ഞില്ല. നേരെ കൊച്ചിനെ കൊണ്ടുപോയി ഒരു ക്ലീനിങ് കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോയി. അപ്പം ഞാനിങ്ങനെ പിന്നെ അവർ എപ്പിസോട്ടമി ഇടുമല്ലോ, നമുക്ക് ബേബി വരാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സൈഡ് കട്ട് ചെയ്യും, അതിനാണ് എപ്പിസോട്ടമി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞിട്ട് നല്ല തണുപ്പ്, ഒരു സാധാരണ ഒരു റൂമിൽ ഒരു 5 AC ഉണ്ടാവും, അത്രയ്ക്ക് തണുപ്പ്. നമ്മളാണെങ്കിൽ ഇത് ഡ്രസ്സൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കണോണ്ട് തണുപ്പ് ഭയങ്കര. പിന്നെ നമ്മൾ ഇത്ര പെയിനും സഹിച്ച കാരണം ബോഡി ഭയങ്കര ഷിവറിങ് ഒക്കെ വന്നു തുടങ്ങി. എനിക്ക് ഭയങ്കര തണുപ്പ്. ഞാൻ മുന്നേ ഡോക്ടറെ AC ഒന്ന് ഓഫ് ചെയ്യുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു AC ഓഫ് ചെയ്തു അവർ എനിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഓഫ് ചെയ്യാൻ പറ്റില്ല മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു, അങ്ങനെ വെച്ചു. അങ്ങനെ കഴിഞ്ഞിട്ടു. അപ്പം ഞാനിങ്ങനെ ഉണ്ണി ഏത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു ഡോക്ടർ നിൽക്കണ്ടായിരുന്നു, ജൂനിയർ ഡോക്ടർ. പിന്നെ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്ത് കുട്ടിയാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡോക്ടർ ചോദിച്ചു, ഡോക്ടറെ ഏത് കുട്ടിയാ ചോദിച്ചപ്പോൾ പെൺകുട്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ പെൺകുട്ടിയാന്ന് പറഞ്ഞപ്പോൾ ഹാപ്പിയായി, പെൺകുട്ടിയായില്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ കിടന്നുട്ടോ. അപ്പോൾ ഉണ്ണീനെ എനിക്ക് കാണിച്ചില്ല, പുറത്ത് കൊണ്ടുപോയി ഉണ്ണിയേട്ടനും അമ്മയും എല്ലാവരും ഉണ്ടല്ലോ, പുറത്ത് നിൽക്കണവർക്കൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്തു. അങ്ങനെ ബേബിനെ കൊണ്ടുവന്നിട്ട് എൻ്റെ ഇവിടെ ഇങ്ങനെ കിടത്തി, ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അവൾക്ക് ആദ്യം ഒരു ഉമ്മ കൊടുത്തു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് എന്താ പറയുക, ഒരു മദർ ഡോട്ടർ എന്താ പറയുക ഒരു സംഭവം വന്നത്, എൻ്റെ കുഞ്ഞല്ലേ. അപ്പം അങ്ങനെ ഞാൻ അവൾക്ക് ഉമ്മക്ക് കൊടുത്തു. അങ്ങനെ ഉണ്ണീനെ കൊണ്ടുപോയി NICUവിലേക്ക് കൊണ്ടുപോയത്, കാരണം ഇവൾക്ക് അറിയാത്തതുകൊണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് NICUവിൽ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ എന്നെ ഈ എപ്പിസോട്ടമിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി, ആ ബെഡുമെന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ എന്നെ കേസ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു മുക്കിൽ കൊണ്ടിടും, എനിക്ക് തണുപ്പ് പറ്റില്ല. അപ്പോഴേക്കും ഉടുപ്പൊക്കെ ഇട്ട് തന്നു വിടാം നമുക്ക്. അപ്പം എന്നോട് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവർ ഏറ്റവും റൂമിൽ ഏറ്റവും ബെഡിൽ, തണുപ്പ് കിട്ടാത്തൊരു ബെഡിൽ എന്നെ കൊണ്ടുവന്ന് കിടത്തി. അത് കഴിഞ്ഞു നമ്മുടെ ഡെലിവറി കഴിഞ്ഞു. നമ്മുടെ എമ്മുക്കുട്ടി പുറത്തേക്ക് വന്നു. അവൾ വന്നപ്പോൾ 2840 ഉണ്ടായിരുന്നു വെയിറ്റ്, കുഴപ്പമൊന്നുമില്ല, ബേബി ഓക്കെയാണ്. അങ്ങനെ നമ്മൾ റൂമിൽ പിന്നെ ഒരു 4 ദിവസം ഹോസ്പിറ്റലിൽ നിന്നു. പിന്നെ 20-ാം തീയതി 17-ാം തീയതി ഞാൻ പ്രസവിച്ചു. 20-ാം തീയതി നമ്മൾ ഡിസ്ചാർജായി. 20-ാം തീയതി തൊട്ട് കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയല്ലോ. അന്ന് നമ്മൾ വീട്ടിലെത്തി പിന്നെ ഫുൾ ലോക്ക്ഡൗൺ ആണ്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെയായിട്ട് കാര്യങ്ങളായിട്ട് അങ്ങനെ പോയി. അതാണ് എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി. നല്ല സ്മൂത്തായിട്ട് പോയൊരു പ്രഗ്നൻസിയും പിന്നെ ഡെലിവറി കുറച്ച് പെയിൻഫുള്ളാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, കാരണം ചിലവർ പോയി അപ്പം തന്നെ പ്രസവിച്ച് വരുന്നവരുണ്ട്. അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഇനി ഇപ്പം ഞാനിപ്പോൾ 9 മന്തായിട്ട് ക്യാരിങ് ആയിട്ട് ഇരിക്കുകയാണ്. വീണ്ടും ഞാൻ ഈ ഒരു സ്റ്റേജിൽ കൂടെ പോകണം. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന കുട്ടികൾ കാണുകയാണെങ്കിൽ ആരും പേടിക്കൊന്നും വേണ്ട, ഇതൊക്കെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. ഇതങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കോളും, ആരും ഒരു ടെൻഷൻ ഒന്നും വിചാരിക്കേണ്ട. നമ്മൾ ഇത്ര പെയിൻ സഹിച്ചാലും നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഒരു കുഞ്ഞു കുട്ടീനെ കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് ഈ വേൾഡിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അതത്രയ്ക്കും നമുക്ക് അത്രയ്ക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് അത്. കാരണം ഈ വേദനയൊക്കെ നമ്മൾ നിമിഷ നേരം കൊണ്ട് മറക്കും, അത്രേ ഉള്ളൂ വേദന. ഇപ്പം പിന്നെ പെയിൻലെസ് ഡെലിവറി ഒക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് വേദന ഇല്ലാണ്ട് പ്രസവിക്കാം. അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഉണ്ട്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് നോക്കാം. ഇപ്പോൾ പെയിനിലിപ്പോൾ കൂടി ഇപ്പോൾ പെയിൻ പൊട്ട് സഹിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് എപ്പിഡ്യൂറിലെടുത്ത് പ്രസവിക്കാവുന്ന ഇതുവരെ നമുക്ക് എല്ലാ ഹോസ്പിറ്റലും അവൈലബിൾ ആണ്. അപ്പോൾ അതിനൊന്നും കുറിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട, എല്ലാവരും നല്ല ഹെൽത്തി ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഇത്രയും നേരത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടാണെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.